നിങ്ങളുടെ വീട്ടിൽ കുട്ടികളിൽ ഈശ്വരീയ ഗുണമാണോ രാക്ഷസീയ ഗുണമാണോ വളർത്തുന്നതെന്ന് എങ്ങനെയാ മനസ്സിലാവില്ല? നിങ്ങൾ മക്കളെ വിളിക്കുന്ന ഒച്ച കേട്ടാ മനസ്സിലാവും. സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ടും പയ്യെ നീട്ടിയിട്ടില്ല, ഭക്ഷണമായിട്ടുമില്ല, അന്നേരം ഉണ്ട് ചൊറിച്ചൽ വരാൻ. കാട്ടാളന്റെ ശബ്ദമാണ്. കാട്ടാളന്റെ ശബ്ദം എന്താ? നിഷാദം. നിഷാദം. സംഗീതം പഠിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. സംഗീതത്തിൽ സപ്തസ്വരങ്ങളില്ലേ? ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. ഏഴാമത്തെ സ്വരം നിഷാദമാണ്. നീ നിഷാദം. നിഷാദനാര? കാട്ടാളൻ. മാ നിഷാദം. അരുത് കാട്ടാള. കാട്ടാളന്റെ ഒച്ചയാണ് നിഷാദം. മക്കൾ രാവിലെ അട്ടഹസിച്ച് വിളിച്ചാൽ അതിന്റെ അർത്ഥം അവന്റെ ഉള്ളിലെ കാട്ടാളത്വത്തെ ഉണർത്തുന്നത്. അവന് മുനേ മുളേ എന്നൊരു ലയത്തിൽ വിളിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. ചൂരല് സ്കൂളിൽ നിന്ന് പോയതാണ് ഈ കുഴപ്പം മുഴുവൻ എന്ന് പറയുന്നില്ലേ? ശരിയാ, ചൂരല് തിരിച്ചു കൊണ്ടുവരണം. സ്കൂളിലല്ല, കിട്ടണം. അമ്മക്കും അച്ഛനും അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ഞാൻ തെളിവ് തരാം. പണ്ടൊക്കെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും മടിയിൽ വെച്ചിട്ട് ആഴ്ചകളും അശ്വതി ഭരണി കാർത്തികരും രേവതി വരെയുള്ള നക്ഷത്രങ്ങളും പക്കം, പക്ഷത്തെ പക്ഷം, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ് എന്ന് പറഞ്ഞു തരത്തില്ലേ? ഇന്ന് ഏതെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മക്കൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് എഴുതുന്ന കുട്ടികൾ അറിയും. കുട്ടികളോട് എന്താ പറഞ്ഞു കൊടുക്കുക? നാലാൾ ഒത്തുകൂടുമ്പോൾ അതാരാ പോകുന്നറിയാം. എനിക്ക് ഗോപാലൻ എന്ന് പറഞ്ഞ ആളാ, മഹാവൃത്തികെട്ടവനാണ്. ആ ബഷീറില്ലേ, ഒരു ചുക്കിനും കൊള്ളില്ല. ആ മുസ്ലിംസ് എല്ലാം വൃത്തികെട്ടന്മാരാ. ക്രിസ്ത്യാനികൾ തീരെ പോക്കാ, മറ്റേ ജാതിക്കാർ പോക്കാ. ലോകത്തൊരാളെ ഉള്ളല്ലോ നല്ല, അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ടിട്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം മതം, മതം, കാമ, ക്രോധ, ലോഭ, മോഹം, മതം. മതമുണ്ടാകുന്നതിന്റെ ഭാവമാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. കറുകച്ച ടൗണിൽ, പരപ്പുകാട് ടൗണിൽ ഈ ഐ ആം ഓക്കെ, ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല എന്ന മനോഭാവമുള്ള അഹന്തയുള്ള ചെറുപ്പക്കാരാണോ കൂടുതലെന്ന് അറിയാൻ ഞാനൊരു പരീക്ഷണം പറഞ്ഞു. എത്ര നിങ്ങൾക്ക് 7 മണിക്ക് ശേഷം നിങ്ങളൊരു വാഹനത്തിൽ മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യാം. എതിരെ വരുന്ന വണ്ടി, എത്ര വണ്ടികൾ ഡിമ്മ് തരുന്നുണ്ട് നോക്ക്. ഡിമ്മ്, ഹെഡും ഡിമ്മും ഇല്ലേ? ഡിമ്മ് തരാൻ കോട്ടയത്ത് പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ടതല്ല ഡിമ്മ്. ഈ മുന്നിലിരിക്കുന്ന ലൈറ്റിരുന്ന സാധനം ഇങ്ങനെയാക്കിയ ഡിമ്മ, ഇങ്ങനെയാക്കിയ ഹെഡാ. എന്റെ LED ബൾബ് കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ട് നിന്റെ മുറിയെ മുന്നിലൂടെ മുറിച്ച് കിടക്കുന്ന ആളെ കാണാതെ അടിച്ചു തെറിപ്പിച്ചാലും, മതിലിന് പോയി അടിച്ചാലും, കുഴിയിൽ പോയി മറിഞ്ഞാലും ഞാൻ തരില്ലടാ ഡിമ്മ് എന്ന് പറഞ്ഞ് നടക്കുന്ന അഹന്തയുള്ള യുവാക്കളല്ലേ നാട്ടിൽ കൂടുതൽ. ഉത്തരവാദി അവരല്ല, നിങ്ങളാണ് കിട്ടുന്ന സകലരെയും മോശമാക്കിയിട്ട് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞത്. ഭാരത തത്വശാസ്ത്രം അതല്ലെന്ന് പറഞ്ഞത്. വസുധൈവ കുടുംബകം. വസുധ, ഭൂമി മുഴുവൻ ഒരു കുടുംബമാണ്. ബഹുജന സുഖായ, ബഹുജന ഹിതായ.